ഇങ്ങനെ നോക്കിയാൽ അപ്പം കത്തിപ്പോകും. അവിടെ കുറേ ആൾക്കാരുണ്ട്. അവർ പക്ഷെ എന്തോ ഞാൻ അങ്ങനത്തെ സ്ഥിതിയൊക്കെയാണ് നമുക്ക് വളരെ സുഖമാണ്. എനിക്കവിടെ തോന്നിയെന്താ, അവിടെ ഇരുന്ന് അവർക്ക് എല്ലാ സൗകര്യം ഉണ്ട്. നോക്കാൻ അസുഖം പിടിച്ച ഡോക്ടറുണ്ട് അല്ലേ, സമയത്ത് ഭക്ഷണം കിട്ടും. നമുക്ക് നാമൊക്കെ വെച്ച് അടിച്ചു കൊടുത്ത് താമൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോകണ്ടേ. പക്ഷെ അവർക്ക് ആ സംസ്കാരം ഉണ്ടായില്ല. ആരും വരുന്നില്ല. രവി ഇപ്പം അവരെന്നെ പറയാം, എന്താ ചെയ്യാ രവി, എനിക്കില്ല. ഒരു വളരെയധികം ക്ഷീണിച്ചു വരും മാനസികമായി. പക്ഷെ ആ സമയത്ത് അവർക്കിപ്പോൾ അവർ കാശുണ്ടായിട്ട് കാര്യമില്ല. അവരെന്നെ പറയാണ്, ഞാൻ എന്നിട്ട് കുറെ പറഞ്ഞു പോയി, പണ്ടിൻ്റെ അടുത്ത് പോയി ഇടയ്ക്കൊക്കെ പോയി കറങ്ങി. മനസ്സിലായോ? അപ്പം മനുഷ്യൻ്റെ ആ അവസ്ഥ വരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് പോകും അല്ലേ. അവിടെ എല്ലാ റിക്രിയേഷൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവർ അവിടെ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ട്. പക്ഷെ അതിനോട് അവരുടെ മനസ്സ് ചെല്ലാൻ പറ്റുന്നില്ല. അവർ വളരെ ദുഃഖിതരാണ്. അവിടെയുള്ള ആൾക്കാരെ ഞാൻ മാക്സിമം നോക്കി അവിടെ കൊണ്ടു. എല്ലാവരും മനസ്സ് ഇങ്ങനെ ആകെ ദുഃഖിച്ച മനസ്സാണ്, ഒരു ദുഃഖാത്മ എല്ലാവരും. പക്ഷെ ആ സമയത്ത് അവർക്ക് സന്തോഷമായിട്ടിരുന്നാലോ. അവിടെ എത്ര 11 ഫ്ലോറാണ്. അതിലൊരു ഫ്ലോറിൽ 4 ബ്ലോക്ക്. അപ്പം എത്ര 11 4 44 ഇതുണ്ടാവും. അപ്പം അതിനകത്ത് എല്ലാവരും ഫുള്ളാണ്. അപ്പം അവിടെ ആൾക്കാരെ കണ്ടു. ഒക്കെ അങ്ങനെ ഒരു 10 80 70 ആൾക്കാരെ, ഒരാൾ പോലും ഒരു ചിരിച്ച ആളെ കണ്ടു. നമ്മൾ കുറച്ച് ആൾക്കാർ പോകുമ്പോൾ വഴിയിൽ കണ്ടു ഒരാൾ. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എന്തുണ്ടായിട്ട് എന്താ കാര്യമില്ലേ, അവരെ തളച്ച് പോലെ